നമ്മൾ പച്ചക്കറിയൊക്കെ നനയ്ക്കുന്ന ഒരു കുളമാട്ടോ ഇത്. ഇതിലാണെങ്കിൽ നിറയെ പരൽമീനാട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഒരു കൂട് എടുത്തുകൊണ്ട് വന്ന് തീറ്റയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇട്ട് വെച്ചു കേട്ടോ. ഈർക്കിൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂടാട്ടോ ഇത്. ഇതിൻ്റെ സൂത്രം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മീൻ കയറിപ്പോയാൽ തിരിച്ചിറങ്ങൂല എന്നറിയാം. ചോറും മൈദപ്പൊടിയൊക്കെ കുഴച്ചാട്ടോ നമ്മൾ ഇങ്ങനത്തെ തീറ്റിയിട്ടത്. എന്തായാലും പിറ്റേന്ന് രാവിലെ തന്നെ വന്ന് നമ്മൾ കൂട് പൊന്തിച്ച് നോക്കി കേട്ടോ. അത്യാവശ്യം കുറേ പരൽമീനിനൊക്കെ നമുക്ക് കിട്ടി കിട്ടുക. കുറേ ഒന്നും നമ്മൾ അവിടെ മുട്ടിയില്ല, തിരിച്ച് പെറുക്കിയെടുക്കാൻ കഴിയാത്തതിനെ കൊണ്ട് കുറേയൊക്കെ അവിടെ മുട്ടി കിട്ടും. കുറേ നമുക്ക് കിട്ടി. കുറേ കുഞ്ഞിനൊക്കെ നമ്മൾ അതിൽ തന്നെ കളഞ്ഞു കേട്ടോ. കുറേ ചെറിയ ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലാണെങ്കിൽ ഇതാരും അങ്ങനെ കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ അതിനിട്ട് കുറച്ചെല്ലാം നമ്മൾ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടോ ഞാൻ. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ അത് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഏകദേശം ഒരു കറുമുറ ആ ഒരു പരിവാട്ടോ ഇതിന് നല്ലത്. പരൽമീനൊക്കെ കഴിക്കുമോ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നെറ്റിയൊക്കെ ചുളിക്കുക. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ മറ്റേ മീനിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് ഇതാട്ടോ. ഭയങ്കര ടേസ്റ്റാട്ടോ.